പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് കണക്റ്റഡ് ബോഡീസ് ആണ്. അപ്പൊ കണക്റ്റഡ് ബോഡീസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എഫ് ഈസിക്വൽ ടു എന്താണ്, എഫ് ഈസിക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ശരിയല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് അതിൽ പോവുകയാണ്. അപ്പൊ ഇത് നമ്മൾ ടെൻഷനോ ആക്സിലറേഷനോ വെലോസിറ്റിയോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. നമുക്കറിയാം വി ഈസിക്വൽ എന്താണ്, യു പ്ലസ് എ ടി ആണ്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസിക്വൽ ടു 2as ആണ്. അതേപോലെ എസ് ഈസിക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇത് നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻസ് ആണ്. പക്ഷേ ഇതേപോലെ നമ്മൾ ഇത് ഒരു വൺ ഓഫ് ദ വെലോസിറ്റി ഇക്വേഷൻ ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നോക്കുക, ഇതിൽ രണ്ട് ഇത് മാസസ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഇവിടെ ഒരു M1 എന്നുള്ള മാസ്, M1 60 കിലോഗ്രാം തന്നിട്ടുണ്ട്. അതെങ്ങനെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുകയാണ്, ഡ്രാഗ് ആയിട്ട് കിടക്കുകയാണ്. ഒന്നുകൂടെ കിടക്കാം. ഓക്കെ, ഇതെങ്ങനെ ഒരു മാസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതിൽ ഓക്കെ ഇങ്ങനെ മാസ് ഇരിക്കുകയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 60 കിലോഗ്രാം ആണ്, ഇതെന്ന് പറഞ്ഞാൽ 50 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഇതിന്റെ എഫ് ഈസിക്വൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോർമുല. അപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം 50 കിലോഗ്രാം ബ്ലോക്കിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതാണ് 50, ഇതിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഇത് താഴോട്ട് പോകുമ്പോൾ 50 ഇൻറ്റു 9.81, മുകളിലോട്ട് പോകുമ്പോൾ ടെൻഷൻ ടി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 50G മൈനസ് ടി ആണ് നെറ്റ് ഫോഴ്സ്. അങ്ങോട്ട് ഇക്വിലിബ്രിയം ആവാനായിട്ട് 50G മൈനസ് ടി ആണ് നെറ്റ് ഫോഴ്സ്. ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ എന്താണ് 50A. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, രണ്ടാമത് ഇക്വേഷൻ എന്താണ്? 60 കിലോഗ്രാം ഉള്ള ഒരു ഫോഴ്സ് ഇതായിരിക്കും. ഇത് നോക്കുക, ഇത് 50 ആണ്, ഇത് 60 ആണ്. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇത് 60 ആണ്. അപ്പോൾ ഇത് മൂവ്മെന്റ് കാണോ? ഒരിക്കലും കാണോ? ഇവിടെ 60യെക്കാളും കൂടുതലാണെങ്കിൽ ഇത് മൂവ്മെന്റ് കാണത്തുള്ളൂ, അല്ലെങ്കിൽ മൂവ്മെന്റ് കാണത്തില്ല. ഈ ബ്ലോക്കിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് മൂവ്മെന്റ് കാണത്തുള്ളൂ. അപ്പോൾ 60 കിലോഗ്രാം ബ്ലോക്ക് ആയതുകൊണ്ട് ഇതെന്തായിരുന്നു, ഇതിന്റെ വേറെ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിന് ഓൺലി ഫോഴ്സ് ആക്ട് ആവുന്നത് ടി മാത്രമാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സിന്റെ 60 കിലോഗ്രാമിൽ എന്താണ്? ടി ആണ്. ടി ഈസികൾ എന്താണ്? 60A. ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ ടിയും ക്യാൻസൽ ആവും. സോ 1 + 2 ചെയ്യുമ്പോൾ എന്ത് വരുമെന്ന് വെച്ചാൽ 50G ഈസ് ഈക്വൽ ടു 110A എന്ന് കിട്ടും. അതായത് ഇതിൽ നിന്ന് എന്താണ്? ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ എന്താണ്? 110A ഈസ് ഈക്വൽ ടു 50G ഡിവൈഡഡ് ബൈ 110. ഓക്കെ, ടെൻഷൻ എന്താണ്? ഈ ആക്സിലറേഷൻ എടുത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ എന്ത് കിട്ടും? ടെൻഷൻ കിട്ടും.